CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഗമിക്കുന്നു ബഹുഗോക്കളെല്ലാം. മോദി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ വഴികൾ കൂടി സുരേഷ് ഗോപിയും ഇപ്പോൾ പോകുന്നു. വേറൊരു മന്ത്രി, മറ്റൊരു സഹമന്ത്രി, കേരളത്തിലെ മന്ത്രി, ആ മന്ത്രി പറയുന്നു കേരളം പറയണം പോലും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണ്, ആരോഗ്യത്തിൽ പിന്നോക്കമാണ്, സാമൂഹ്യക്ഷേമത്തിൽ പിന്നോക്കമാണ്, എല്ലാത്തിലും പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന കാര്യം നോക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ കേരളം പറയുന്നു മനസ്സില്ല. ഓരോ മന്ത്രിമാർ ഭരണഘടനയെ മാനിക്കാത്തവർ, അതിൻ്റെ അർത്ഥമറിയാത്തവർ ഓരോന്നല്ല കൽപ്പിക്കുമ്പോൾ ഓച്ഛാനിച്ച് നിൽക്കാൻ നേരമില്ല, മനസ്സില്ല എന്നായിരിക്കും കേരളത്തിൻ്റെ മറുപടി. അതുകൊണ്ട് BJPയുടെ യഥാർത്ഥമായ മുഖം കേരളം കാണുകയാണ്, ജനം കാണുകയാണ്. ഇതേപ്പറ്റി കേരളത്തിലെ BJP നേതാക്കന്മാർ മൗനം പാലിക്കാൻ പാടില്ല. അഭിപ്രായം പറഞ്ഞേ തീരുള്ളൂ. നാളെ സംസ്ഥാനം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം എല്ലാ തലങ്ങളിലും പ്രതിഷേധ പ്രസ്ഥാനമുണ്ടായിരിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഒരു തരത്തിൽ വേർതിരിവ് ഉണ്ടാവരുത് എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് അത് പിൻവലിച്ച് മാപ്പിരക്കട്ടെ, ബാക്കി പിന്നെ പറയാം. മാപ്പിരക്കണം, പരസ്യമായിട്ട് പിൻവലിച്ച് മാപ്പിരുന്നാൽ അപ്പോൾ പറയാം. എത്ര പിൻവലിച്ചാലും രാജ്യം കണ്ടതാണ്, കേട്ടതാണ്. ചാതുർവർണ്ണത്തിൻ്റെ പുഴലൂത്തുകാരായ, അങ്ങനെ ചൂട്ടുപിടിക്കുന്ന, മനുസ്മൃതിയുടെ പിന്നാലെ പായുന്ന ആ പാർട്ടിയും അതിലെ പ്രധാനമന്ത്രിയും അതിലെ മന്ത്രിയും എല്ലാം ഇതൊക്കെ പറഞ്ഞാൽ നമുക്കാർക്കും അത്ഭുതമില്ല. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി രാഷ്ട്രപതി അപമാനിച്ചു. അപമാനത്തിന് കാരണം രാഷ്ട്രപതി ആദിവാസി ആയതുകൊണ്ടാണ്, സ്ത്രീ ആയതുകൊണ്ടാണ്, വിധവയായതുകൊണ്ടാണ്. ആ മോദിയുടെ പുറകെ പോകുന്ന സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നു ഈ വകുപ്പൊന്നും ഏൽപ്പിക്കേണ്ടത് ആദിവാസിയല്ല ബ്രാഹ്മണന്മാരെയാണെന്ന്. എനിക്കൊന്നും പറയാനില്ല. ഐ ഹാവ് നോ വേർഡ്സ്. ശരിയപ്പോൾ